ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 19. മാ യഖ്തഉ സ്വല, നിസ്കാരം മുറിക്കുന്ന കാര്യം ആണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. നിസ്കാരം മുറിക്കുന്ന പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതല്ല ഇവിടെ നിസ്കാരം മുറിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ചില വിഷയങ്ങളാണ്. നിസ്കാരം ആ സംഭവങ്ങൾ നടക്കുന്നത് കാരണമായിട്ട് ഇതിൽ പറയുന്ന കാരണങ്ങൾ മൂലം നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരും എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം. അതിനോട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി യോജിക്കുന്നുണ്ട്. മയഖ്തഉ സ്വല, നിസ്കാരം മുറിക്കുന്ന കാര്യം. വകാന യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് പറയാണ്, യഖ്തഉ സ്വലാത്തുർ റജുലി ഇദാ ലം യകുൻ ബൈന യദൈഹി കആഖിറത്തി റഹ്ലി. ഒരു പുരുഷൻ്റെ നിസ്കാരം മുറിഞ്ഞു പോകും. ഇദാ ലം യകുൻ ബൈന യദൈഹി, അയാളുടെ മുമ്പിൽ ഇല്ല എങ്കിൽ കആഖിറത്തി റഹ്ലി, അതായത് ഒരു സുത്ര, ഒരു ഒട്ടകത്തിൻ്റെ സാഡിലിൻ്റെ ബാക്ക് ഭാഗം, അതിന് സുത്രയായിട്ട് ഉപയോഗിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, സുത്രയുടെ ബാബിൽ. അതുപോലത്തെ എന്തെങ്കിലും സുത്ര ഇല്ല എങ്കിൽ ഒരു പുരുഷൻ്റെ നിസ്കാരം മുറിഞ്ഞു പോകും. എങ്ങനെ മുറിക്കും? മുറിക്കും. അൽ മർഅത്തുൽ ഹായിദു, ആർത്തവമുള്ള സ്ത്രീ പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ആ സ്ത്രീക്ക് അപ്പം അർത്ഥം ഉണ്ടാവണം എന്നല്ല. ഹായിദ് ഇല്ലാത്ത റിപ്പോർട്ടുകളും ഉണ്ട്. വൽ ഹിമാർ കഴുത, വൽ കൽബുൽ അസ്വദ് കറുത്ത നായി. ഖാല അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ബാലുൽ അസ്വദി മിനൽ അഹ്മർ, ഈ കറുപ്പും ചുവപ്പും എന്താ? അതായത് ചുവപ്പിൽ നിന്ന് എന്താണ് വ്യത്യസ്തം കറുപ്പ് എന്നുള്ളതാണ്. ഖാൽ, അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കൽബുൽ അസ്വദ് ഷൈത്വാൻ, കറുത്ത നായ അത് ഷൈത്താനാണ് എന്ന്. അത് അതിൻ്റെ വിശദീകരണം പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. ഏതായാലും കറുത്ത നായ്ക്കളൊക്കെ ഷെയ്ത്താന്മാർ, ഒറിജിനൽ ഷെയ്ത്താന്മാരാണെന്നുള്ള അർത്ഥത്തിൽ ആവാൻ സാധ്യതയല്ല. കറുത്ത നായ നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ പാസ് ചെയ്താൽ നിസ്കാരം മുറിയുമെന്നതാണ്. അതേപോലെ കഴുത പാസ് ചെയ്താലും, സ്ത്രീ, പ്രായപൂർത്തിയെത്തിയ സ്ത്രീ പുരുഷൻ്റെ നിസ്കാരത്തിന് മുന്നിലൂടെ പാസ് ചെയ്താലും. അതേസമയം സ്ത്രീ പുരുഷന് കുറുകെ കിടന്നു എന്നതുകൊണ്ട് നിസ്കാരം മുറിയില്ല എന്നും ഇതിൽ വേറെ ഹദീസ് വെച്ചിട്ട് പറയുന്നുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണത്തിൽ അത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിസ്കാരത്തിൻ്റെ പെർഫെക്റ്റ്നെസ്, അതിൻ്റെ കമാലിയത്തിനെ ബാധിക്കും എന്നതേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ല നിസ്കാരം മുറിഞ്ഞു പോകില്ല എന്നതാണ്. അൻ അബീ ദർറിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ഇവിടെ പറഞ്ഞ ഹദീസ് ഒന്ന് പൂർണ്ണമായിട്ട് വായിക്കാം. ഇദാ ഖാമ അഹദുക്കും യുസല്ലി ഫഇന്നഹു യസ്തുറുഹു ഇദാ കാന ബൈന യദൈഹി മിസ്ലു ആഖിറത്തി റഹൽ. അതായത് ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുമ്പിൽ ഒരു സുത്ര വെക്കണം. എന്തെങ്കിലും ഒരു തൂണ്, അല്ലെങ്കിൽ തൂണിനെ സുത്രയാക്കി നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരു വടി, അങ്ങനെ എന്തെങ്കിലും. ഇവിടെ മൃഗത്തിൻ്റെ സാഡിൽ. ഫഇന്നഹു യഖ്തഉ സ്വലാത്തുഹു, കാരണം അവൻ്റെ നിസ്കാരം മുറിക്കും. അൽ ഹിമാറു വൽ മർഅത്തു വൽ കൽബുൽ അസ്വദു, ഹിമാറും സ്ത്രീയും കൽബുൽ അസ്വദും നേരത്തെ പറഞ്ഞു. ഖുൽതു യാ അബൂദർ മാ ബാലുൽ കൽബുൽ അസ്വദി മിനൽ കൽബിൽ അഹ്മരി മിനൽ കൽബിൽ അസ്ഫരി. അപ്പോൾ അബൂദർ റളിയല്ലാഹുവിനോട് ഉപനിവേദകൻ ചോദിച്ചു, അതെന്താ അബൂദറെ, ഈ മഞ്ഞ നായയും ചുവന്ന നായയിൽ എന്താ ഈ കറുത്ത നായനത് വ്യത്യാസം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഇബ്ന അഖി, എൻ്റെ സഹോദരപുത്ര, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഅൽതനി ഫഖാൽ, നീ ഇപ്പം എന്നോട് ചോദിച്ച പോലെ ഞാനും റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നബി പറഞ്ഞ എങ്ങനെയാണ്? അൽ കൽബുൽ അസ്വദു ഷൈത്വാനുൻ എന്നാണ് പറഞ്ഞത്. ഇനി വഫി ഹാദിഹിൽ അഹാദീസ് ദലാലത്തുൻ അലാ അന്നൽ കൽബ വൽ മർഅത വൽ ഹിമറ യഖ്തഉ സ്വലാത. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നത്, ഈ ഹദീസിൽ തെളിവുണ്ട് എന്തിന്? നായ, സ്ത്രീ, കഴുത, ഇവയൊക്കെ നിസ്കാരം
മുറിക്കും, പുരുഷൻ്റെ നിസ്കാരം മുറിക്കുമെന്ന്. വൽ മുറാദു ബിൽ ഖത്ഇ അൽ ബുത്തുലാൻ, ഇവിടെ ഖത്ഇ മുറിക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമെന്ന അർത്ഥത്തിലാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഖാല ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയുന്നു, വഖദ് ദഹബ ഇലാ ദാലിക ജമാഅത്തു മിന സ്വഹാബത്തി, ഒരു സംഘം പണ്ഡിതന്മാർ സ്വഹാബാക്കൾ ആ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളും നിസ്കാരത്തെ മുറിക്കുമെന്ന്. മിന്നും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് നിസ്കാരം മുറിക്കും ഈ പറഞ്ഞ 3 കാര്യങ്ങളും എന്ന വീക്ഷണക്കാരാണ് അബൂ ഹുറൈറ, അനസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അവരുടെ ഒരു വീക്ഷണം, ഒരു റിപ്പോർട്ട് അവരിൽ നിന്നുള്ള. അപ്പോൾ അതേപോലെ അബൂ ഹുറൈറ, അനസ് ഈ 2 സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമാ. അതേപോലെ ഹുക്കിയ അയ്ദൻ അൻ അബീദർ ഇബ്നു ഉമർ, അതേപോലെ അബൂദർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവരിൽ നിന്നും അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വജാഅ അൻ ഇബ്നു ഉമർ അന്നഹു ഖാല ബിഹി ഫിൽ കൽബി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇങ്ങനെ ആണ്, നായ ആണെങ്കിൽ മുറിക്കുമെന്നതാണ്. വഖാല ബിഹി അൽ ഹക്കം ബിൻ അംർ അൽ ഗഫാരി ഫിൽ ഹിമാർ, ഹക്കം ബിൻ അംർ എന്നവർ കഴുത നിസ്കാരം മുറിക്കും എന്ന വീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഒമ്മൻ കാലമിന താബിഈന ബിഖത്ഇ സലാസ, ഈ 3 നിസ്കാരം മുറിക്കുന്നവർ താബി പണ്ഡിതന്മാരിൽപ്പെട്ടവർ ആരൊക്കെയാണ്? മദ്കുറ അൽ ഹസൻ അൽ ബസരി, അബുൽ അഹ്വസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ സഖാവായിരുന്ന സാഹിബായിരുന്ന ശിഷ്യനായിരുന്ന. പിന്നെ വമിനൽ അയിമ്മത്തി, ഇമാമുമാരിൽ 4 ഇമാമുമാരിൽ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ഈ വീക്ഷണക്കാരനാണ്. ഫീമാ ഹക്കാഹു അൻഹു ഇബ്നു ഹസ്ം അല്ലാഹിരി ഫിൽ മുഹല്ല, അദ്ദേഹത്തിന് ഇബ്നു ഹസ്ം റഹ്മത്തുള്ളാഹി മുഹല്ലയിൽ ഉദ്ധരിക്കുന്നു. വഹക തിർമുദി അൻഹു അന്നഹു യുഹസ്സസു ബിൽ കൽബിൽ അസ്വദി വയതവഖഫു ഫിൽ ഹിമാരി വൽ മർഅ. ഇനി അന്നഹു യുഹസ്സിസു, അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പിന്നെ കറുത്ത നായ നിസ്കാരം മുറിക്കുമെന്ന വീക്ഷണക്കാരനാണ് എന്നാണ് തിർമുദി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ട് പറയുന്നത്. അതേപോലെ കഴുതയുടെയും സ്ത്രീയുടെയും വിഷയത്തിൽ അദ്ദേഹം തവക്കുഫിൻ്റെ നിലപാടെടുത്തിരിക്കുന്നു, ഒരു തറദ്ദുദ് ഉറപ്പിച്ച് പറയാത്ത നിലപാടെടുത്തിട്ടുണ്ട് എന്നതാണ്. കുൽത്തു, ഞാൻ പറയുന്നു, ആര്? ഷെയ്ഖ് അൽബാനി പറയുന്നത്. ഫിൽ മസ്അലത്ത്, ഈ മസ്അലയിൽ അനിൽ ഇമാം അഹമ്മദ് റിവായത്താനി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അവர்களிൽ നിന്ന് തന്നെ 2 റിപ്പോർട്ടുണ്ട്. ഇത്തഫഖത്ത കിൽതാഹുമാ അലാ അന്നൽ കൽബൽ അസ്വദ് യഖ്തഉ സ്വലാ, ആ 2 റിപ്പോർട്ടിലും കറുത്ത നായ നിസ്കാരം മുറിക്കും എന്ന് പിന്നെ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 റിപ്പോർട്ടിലും അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. വഖ്തലഫത്ത ഫിൽ മർഅത്തി വൽ ഹിമാർ, എന്നാൽ ഈ 2 റിപ്പോർട്ടിലും സ്ത്രീയുടെയും കഴുതയുടെയും വിഷയത്തിൽ ഭിന്നിച്ചിരിക്കുന്നു. ഫജസമ ഫി റിവായത്തിൻ ബി അദ്മിൽ ഖത്ഇ ബിഹിമാ, അപ്പോൾ ഒരു റിപ്പോർട്ടിൽ ഇത് 2 കൊണ്ട് പിന്നെ നിസ്കാരം മുറിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വതറദ്ദദ ഫിൽ ഉഖറ, അപ്പോൾ 2ാമത്തെ റിപ്പോർട്ട്, മറ്റേ റിപ്പോർട്ടിൽ സംശയവുമാണ് എന്നതാണ്. അമ്മലൂല, ഈ 1ാമത്തെ റിപ്പോർട്ട് എന്താ? ഫഹിയ റിവായത്ത് ഇബ്നുഹി അബ്ദില്ല ഫി മസായിൽ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ആ കിതാബിൽ പിന്നെ അബ്ദുള്ള എന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ റിപ്പോർട്ട് ആണ്. അദ്ദേഹം പറയുന്നത്, സഅൽതു അബി, ഞാൻ എൻ്റെ ഉപ്പാനോട് ചോദിച്ചു, മാ യഖ്തഉ സ്വലാത്ത്, നിസ്കാരം മുറിക്കുന്നത് എന്താ? കാല, അദ്ദേഹം പറഞ്ഞു കൽബുൽ അസ്വദ്, കറുത്ത നായ എന്ന് പറഞ്ഞു. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനസുൻ യർവി അന്നഹു യഖ്തഉ സ്വലാത്ത് അൽ കൽബ് അൽ മർഅ വൽ ഹിമാർ. ആ മകൻ ചോദിച്ചു, അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിസ്കാരം മുറിക്കും നായയും സ്ത്രീയും കഴുതയും എന്ന് പറഞ്ഞാൽ അത് ഈ 3 പേരും പിന്നെ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ പാസ് ചെയ്താൽ എന്നർത്ഥം. കാല അമ്മൽ മർഅ, അപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നത്, സ്ത്രീ ആവട്ടെ ഫഅദ്ഹബ ഇലാ ഹദീസി ആയിഷ, സ്ത്രീയുടെ വിഷയത്തിൽ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിലേക്കാണ് പോകുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമായിരുന്നു. അന മുഅ്തരിദത്തുൻ ബൈന യദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ക്രോസിൽ കിടക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, അതായത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ. ഇലാ ഹദീസ് ഇബ്നു അബ്ബാസ്, അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസ്, മറർത്തു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ പാസ് ചെയ്തു. അന അലാത്താൻ, ഞാനാണെങ്കിൽ ഒരു പിന്നെ പെൺ കഴുതപ്പുറത്തായിരുന്നു. അപ്പോൾ കുൽത്തുലി അബി, ഞാൻ എൻ്റെ ഒപ്പാനോട് പറഞ്ഞു, ഇതാ മറൽ കൽബുൽ അസ്വദ് ബൈന യദൈ മുസല്ലി യഖ്തഉ സ്വലാത്ത്, നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ കറുത്ത പിന്നെ നായ പാസ് ചെയ്താൽ, നടന്നു പോയാൽ അയാളുടെ നിസ്കാരം മുറിയുമോ? കാല, നിസ്കാരം മുറിക്കുമോ അത്? ഇപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. കുൽത്തുലഹു യുഈദു, അപ്പോൾ
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിസ്കാരം മടക്കണോ? കാല നാം, അതെ, ഇൻകാൻ ആസ്വദ്, അപ്പോൾ കറുത്ത നായ ആണെങ്കിൽ എന്ന്. അപ്പോൾ കറുത്ത നായ ക്രോസ് ചെയ്താൽ, നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ പാസ് ചെയ്താൽ നിസ്കാരം മുറിയുമെന്ന കാര്യത്തിൽ അവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അവർക്ക് സംശയമില്ലാന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അമ്മ റിവായത്തിൽ ഉഖ്റാനി മറ്റൊരു റിപ്പോർട്ട് ഫഹിയ റിവായത്ത് ഇസ്ഹാഖ് ബിൻ മൻസൂർ അൽ മർവസി ഫി മസായിലിഹി. ഇസ്ഹാഖ് ബിൻ മൻസൂർ അൽ മർവസിയുടെ റിപ്പോർട്ടാണ്. അൻ അഹമ്മദ് അബി ഇസ്ഹാഖ് അഹമ്മദ് ബിൻ ഹംബൽ, ഈ രണ്ടുപേരിൽ നിന്നും, രണ്ടുപേരെ തൊട്ട്. കാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു യഅനി ലി അഹ്മദിൻ മാ യഖ്തഉ സ്വലാത്ത്, ഞാൻ ചോദിച്ചു, അതായത് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അവരോട് ചോദിച്ചു, യഖ്തഉ സ്വലാത്ത് മാ യഖ്തഉ സ്വലാത്ത്, എന്താ നിസ്കാരം മുറിക്കുന്നത്? കാല, അദ്ദേഹം പറഞ്ഞു, മാ യഖ്തഉഹാ ഇല്ലൽ കൽബുൽ അസ്വദു അല്ലദീ ലാ അശുക്കു ഫീഹി. മാ യഖ്തഉഹാ, അതിനെ മുറിക്കുകയില്ല, ഇല്ലൽ കൽബുൽ അസ്വദ്, കറുത്ത പൂച്ച, കറുത്ത നായ അല്ലാതെ, അതിൽ ഞാൻ സംശയിക്കുന്നില്ല. വഫി ഖൽബി മിൻ അൽ ഹിമാർ വൽ മർഅ, കഴുതയുടെയും സ്ത്രീയുടെയും വിഷയത്തിൽ എൻ്റെ മനസ്സിലൊരു ഷക്കുണ്ട് എന്നർത്ഥം. ഷെയ്ഖുൻ കാല ഇസ്ഹാഖ് എന്നവർ പറഞ്ഞു, ലാ യഖ്തഉ ഇല്ലൽ കൽബുൽ അസ്വദ്, കറുത്ത നായ അല്ലാതെ മുറിക്കുകയില്ല. അപ്പോൾ മറ്റു രണ്ടും പ്രശ്നമല്ല എന്നർത്ഥം. കാല അഹമ്മദ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, വമിനൻ നാസി മൻ യഖൂൽ, ആളുകളിൽ പറയുന്നവരുണ്ട്, ഇന്ന ഖൗല ആയിഷത ഹൈസു ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വചനം, കുന്തു അനാമു ബൈന യദൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ കിടക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഞാൻ ക്രോസിൽ കിടക്കാറുണ്ടായിരുന്നു എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടുണ്ടല്ലോ, അത്. എന്നാൽ അത് ലൈസ ബി ഹുജ്ജ അല ഹാദിൽ ഹദീസ്, ഇന്ന് മുറിക്കുന്നു പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ നിസ്കാരം, ആ ഹദീസിന് എതിരെയുള്ള തെളിവ് അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മൻ ഖാല യഖ്തഉ സ്വലാത്ത അൽ മർഅത്തു വൽ ഹിമാറു വൽ കൽബു. അപ്പോൾ നിസ്കാരത്തെ സ്ത്രീയാണെങ്കിലും കഴുതയും കറുത്ത നായയും അത് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്താൽ മുറിക്കുമെന്ന് പറഞ്ഞ ഹദീസിന്, ആയിഷ റളിയല്ലാഹു അൻഹ ക്രോസിൽ കടന്നിരുന്നു എന്നുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ ക്രോസിൽ കടന്നിരുന്നു എന്ന ഹദീസ് എതിരാവുകയില്ല എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. കാരണം എന്താണ്? ലി അന്ന നായിമ ഗൈറുൽ മാർ, കാരണം ഉറങ്ങുന്ന ആൾ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളല്ല. ഹദീസ് പറഞ്ഞ് നടക്കുക എന്നല്ലേ. ഇത് ആയിഷ ബീവി പറഞ്ഞ റിപ്പോർട്ടിലോ ഉറങ്ങാറുണ്ടായിരുന്നു, കിടന്നിരുന്നു എന്നാണ്. അപ്പോൾ അത് രണ്ടും രണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഖൗലു ഇബ്നു അബ്ബാസിൻ ഫിൽ ഹിമാർ ഹൈസു മറ ബൈന യദൈ ബഅദി സഫി ലൈസ ബിഹുജ്ജ. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ റിപ്പോർട്ട്, അദ്ദേഹം ചില സൊഫിൻ്റെ മുമ്പിലൂടെ നടന്നു എന്ന് പറയുന്നത് അതും തെളിവല്ല. കാരണം അന്ന സുത്രത്തൽ ഇമാമി സുത്രത്തു മൻ ഖൽഫഹു, കാരണം ഇമാമിൻ്റെ സുത്ര ആർക്ക് സുത്രയാണ്? അദ്ദേഹത്തിൻ്റെ പിറകിലുള്ളവർക്ക് സുത്രയാണ്. അപ്പോൾ സുത്രക്ക് മുമ്പിലൂടെയാണ്, സുത്ര കഴിഞ്ഞിട്ടാണ് ആര് പാസ് ചെയ്തത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കഴുതയും കൊണ്ട് പാസ് ചെയ്തത് മനസ്സിലാക്കാം. അപ്പോൾ അതും തെളിവല്ല എന്നർത്ഥം. ഖുൽതു, ഞാൻ പറയുന്നു. ആര്? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയുന്നു, വഹദീസ് ഇബ്നു അബ്ബാസിൻ അൽ മുഷാർ ഇലൈഹി അഖറജഹു അൽ അയിമ്മത്തു അസിത്തത്തു വഗൈറുഹും അൻഹു ബിലഫ്സ് അഖ്ബറത് റാകിബൻ അലാ അതാൻ വഅന യൗമയിദിൻ ഖദ് നാഹസ്തു അൽ ഇഹ്തിലാം വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിന്നാസ് ബിമിനാ ഇലാ ഗൈരി ജിദാർ ഫമറർതു ബൈന യദൈഹി ബഅദ സഫ് ഫനസൽതു വഅർസൽതു അൽ അതാൻ തർതഉ ഫദഖൽതു ഫി സഫ് ഫലം യുൻകിർ ദാലിക അലൈഹി അഹദ്. എന്താണ്? ഞാൻ ഒരു അത്താൻ പെണ്ണൊട്ടകത്തിൽ കഴുതൻ്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് വന്നു. അന്ന് ഞാൻ പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൊണ്ട് മിനയിൽ നിസ്കരിക്കായിരുന്നു, മുമ്പിൽ ഒരു ജിദാറില്ലാതെ, ഒരു മതിലില്ലാതെ. ഫമറർത്തു ബൈന യദൈ ബഅദി സഫ്, അപ്പോൾ സൊഫിൻ്റെ മുമ്പിലൂടെ നടന്നു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മൃഗത്തെ അയച്ചു വിട്ടു, അതിനെ മേയാൻ വേണ്ടി വിട്ടു നടത്തും. എന്നിട്ട് ഞാൻ സൊഫിൽ പ്രവേശിച്ചു, അതിനെ ആരും ഇൻകാർ ചെയ്തില്ല എന്ന്. വൽ ഹദീസു കമാ ഖാല അഹ്മദ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ ലാ ഹുജ്ജത ഫീഹി, അതിൽ തെളിവില്ല. ലിഅന്ന ലതാന ലം തമുറ ബൈന യദൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഇവിടെ ഹദീസിൽ എന്തില്ല? അതാൻ, ഈ പെൺ കഴുത അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്തു നടന്നു എന്ന് ഇല്ല.